പ്രഷർ കോഴ്സ് കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ വേറൊരു ട്രെയിനറോ വേറൊരു പ്ലാറ്റ്ഫോമോ കൈവെക്കാത്ത അപൂർവമായിട്ടുള്ള അത്യഭൂതമായിട്ടുള്ള ഒരു ഏരിയയാണ് പ്രഷർ കോഴ്സിലൂടെ ഹാപ്പി പാർക്ക് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന് സമ്പൂർണ്ണമായ മാറ്റം, അതിന് ചില നിയമങ്ങളുണ്ട്. ഒരു രാത്രി കൊണ്ട് സമ്പൂർണ്ണ മാറ്റം എന്നത് ഒരിക്കലും സാധ്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കുറുക്കു വഴികളിലൂടെ സമ്പൂർണ്ണ മാറ്റം സാധ്യമല്ല. ഇനി ഏതെങ്കിലും കുറുക്കു വഴിയോ ഏതെങ്കിലും ഒറ്റ രാത്രി കൊണ്ടുള്ള തകിടം മറിച്ചിലൊക്കെ സംഭവിച്ചാലും അത് നിലനിന്നോളണമെന്നില്ല. 6 മാസം ഓൺലൈനിലും ഓഫ്ലൈനുമായിട്ട് നിരന്തരമായ അതിശക്തമായിട്ടുള്ള കോച്ചിങ്ങിലൂടെ, അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ കാത് മുളച്ചതിന് ശേഷം ലഭിച്ചിട്ടില്ലാത്ത അത്രയും ശക്തമായ ഇൻഫർമേഷൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ അതിശക്തമായ മാറ്റം സംഭവിക്കുന്നു. മാത്രമല്ല, ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി സമ്പൂർണ്ണ സുഖത്തിലും സമാധാനത്തിലും സമ്പന്നതയിലും ആത്മീയ സുഖത്തിലും ആറാടിക്കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ തീർച്ചയായിട്ടും സാധ്യമാക്കുന്ന ഒരു കോഴ്സാണ് പ്രഷർ കോഴ്സ്. ഇത് കേരളത്തിൻ്റെ തന്നെ ഗതിവിഗതികൾ മാറ്റിക്കുറിക്കും. നമുക്ക് ഇതിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഒരു സംശയവുമില്ല, നിങ്ങൾക്കും ഇതിൽ പങ്കാളികളാവാം. ആളുകളുടെ മനസ്സറിഞ്ഞ ഹൃദയത്തെ തൊട്ട ഈ വാക്കുകളൊക്കെ ഒന്ന് കേട്ടു നോക്കുക. ഇത് ഞാൻ പറയുന്നത് എല്ലാവരും രക്ഷപ്പെടണം. ഒരിക്കലും റിസ്ക് എടുക്കുവാൻ തയ്യാറല്ലാത്ത ആളുകൾ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഭയപ്പെടുന്ന കാര്യം ചെയ്യുവാൻ മടിച്ചിരിക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. കംഫർട്ടബിലിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. നിങ്ങൾ കംഫർട്ടായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഭയചകിതനാണ് എന്നതിൻ്റെ അർത്ഥം. ഇന്ന് തീരുമാനമെടുക്കുക. ഇന്നില്ലെങ്കിൽ നാളെ എന്ന് ചിന്തിക്കരുത്. കാരണം ഇന്ന് വന്നില്ല, നാളെ എങ്ങനെ വരും? നാളെയും ഇത് തന്നെ പറയും. സോ ഈ നിമിഷമാണ് നിങ്ങളുടെ സമയം, അത് ഇപ്പോഴാണ്. ഞാൻ ഒരുപാട് ട്രെയിനിങ് കോഴ്സുകളിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാർ പറഞ്ഞിട്ട് സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട്. കുറേയധികം പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പക്ഷേ ഈ മറ്റ് കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്, ഇത് നമ്മളെ കൂടെ തന്നെ ഹാപ്പി പാർക്കിൻ്റെ ടീമും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് തുടങ്ങിയിട്ട് അങ്ങ് വൈദ്യുതിയിൽ ഇടാൻ തോന്നില്ല. ഇടാൻ തോന്നുന്നത് മറ്റു നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ നമ്മളെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കാരണം ഈ മനസ്സിൻ്റെ പ്രത്യേകതകൾ, നമ്മൾ എല്ലാവരും നെഗറ്റിവിറ്റിയിലേക്കാണ് പൊതുവേ നമ്മളെ മനസ്സ് പോവുക. പക്ഷെ അതിൽ നിന്ന് പോകാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും ഹാപ്പി പാർക്കിൻ്റെ ഇതിലുണ്ട്. പിന്നെ രാവിലെ മുതൽ ഫുൾ എൻഗേജ്മെൻ്റ് ആയിരിക്കും. ഈ ട്രഷർ തുടങ്ങിയാൽ അതിൽ ഫുൾ എൻഗേജ്മെന്റ് വെച്ചാൽ രാവിലെ ഞാൻ സാധാരണ ഒരു 4:30 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. അന്നേരം മുതൽ ഫുൾ ടൈം ഇതിൻ്റെ പരിപാടികളാണ്. എക്സസൈസ് ആയാലും ശരി, വർക്കുകളായാലും ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നന്നായിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞിട്ട് ഈ ട്രഷറിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് 2-3 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് പങ്കെടുത്തത്. കാരണം ഇതിൻ്റെ ഒരു ഫിനാൻസ് വലിയൊരു പ്രധാന ഘടകമാണല്ലോ. പക്ഷെ ഓരോ ഇൻസ്റ്റാൾമെന്റ് സമയത്തും നമുക്ക് ആ ഫണ്ട് ഇങ്ങനെ എത്തിക്കോളും. അത് ഇപ്പം എനിക്ക് മനസ്സിലായി, അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. അത് ഫണ്ട് എവിടെന്നെങ്കിലും കൃത്യസമയത്തിന് എത്തുന്നുണ്ട്. അതുകൊണ്ട് മുടങ്ങാണ്ട് പോകുന്നുണ്ട്. നല്ല ഒരു മനസ്സിന് വലിയ എനർജി കിട്ടുന്ന ഒരു കോഴ്സാണ് ഹാപ്പി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന. വളരെ ഒരു ജനത്തിന് കിട്ടുന്ന ഒരു വലിയൊരു നന്മ തന്നെയാണ്. ഒരുപാട് ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്തായാലും ഹാപ്പി പാർക്കിന് മറ്റുള്ളവർക്ക് തരത്തിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഫീസിൻ്റെ കണക്ക് കൂട്ടാതെ അതൊരു യഥാർത്ഥത്തിൽ വലിയൊരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഫീസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് എല്ലാവരും നമ്മൾ ഈ പങ്കെടുക്കുന്ന ഇതിലൊക്കെ ഉള്ള എല്ലാവരും ഇതിൽ തന്നെ ട്രഷറിൽ പങ്കെടുക്കണം തന്നെയാണ് പറയുന്നത്. ഹാപ്പി പാർക്കിനും കരീം സാറിനും വളരെയേറെ നന്ദി. എൻ്റെ പേര് ശിവാനന്ദനാണ്. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. വീട് മലപ്പുറം ജില്ലയിൽ ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഈ മോട്ടിവേറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു ഞാൻ. ഈ വേദത്തിൽ പറയുന്നത് മനോർഭവ, നീ ആദ്യം ഒരു മനുഷ്യനാവുക എന്ന് പറയും. എങ്ങനെയാണ് ഒരു മനുഷ്യനാവുക? നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആ ക്വാളിറ്റിയുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാവാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ പല രീതിയിലും അന്വേഷിച്ചുകൊണ്ടിരുന്നുണ്ട്. ഒരുപാട് ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വലുതായപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ ആയുർവേദം കോട്ടക്കൽ ആയുർവേദ കോളേജിലാണ് പഠിച്ചത്.
അത് കഴിഞ്ഞ ശേഷം ഞാൻ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്നൊരു സംഘടന, അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ സൗണ്ട് ട്രെയിനറായി. കോഴ്സിനൊക്കെ പോയിട്ട് സൗണ്ട് ട്രെയിനറായി. ഞാൻ കുറേ ട്രെയിനിങ് ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ 1-2 മണിക്കൂറൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് മോട്ടിവേറ്റഡ് ആവും. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പഴയ ആളന്നെയാവും. എല്ലാ കേസും ഗോൾ സെറ്റിങ് അങ്ങനെ ഒരുപാട് ട്രെയിനിങ് സെക്ഷൻ മേഖലകളുണ്ട് ഈ JCIൻ്റെ ട്രെയിനിങ്ങിൽ. ഞാനും എടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവും. അവസാനം പറഞ്ഞത് എന്താ, ആദ്യം പറഞ്ഞത് തന്നെയാണ് അവസാനം പറയുക. ഒന്നുമില്ല ഒന്നും അവസാനം കേൾക്കുമ്പോൾ ഒന്നും കിട്ടിയില്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അതുപോലെ പല ട്രെയിനേഴ്സിൻ്റെ അവസ്ഥയിൽ ഈ യൂട്യൂബിലൊക്കെ കേൾക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും. പക്ഷേ 2-4 ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ പിന്നോട്ട് പോരും. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കരീം സാറിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ ചില ആൾക്കാർ നമ്മളെ ആഗ്രഹത്തോടു കൂടി കുറേ കാലം ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആരെങ്കിലും ഒരാളെ ദൈവം നമ്മുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഒരു ദൈവദൂതനെ പോലെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമുക്കത് മനസ്സിലാക്കി ശരിക്കും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ പറഞ്ഞയക്കും. അതുപോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. കരീം സാറും ഈ ടീമും റാഫി സാറും ബദറുദ്ദീൻ സാറൊക്കെ അതുപോലെ ആരും പറഞ്ഞയച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ദൈവം തന്നെ എൻ്റെ അടുത്തേക്ക് അറിയിച്ചതുപോലെ എനിക്ക് തോന്നി അത് കേട്ടപ്പോൾ. ആ കരീം സാറിൻ്റെ യൂട്യൂബിലുള്ള ഒരുപാട് ഈ ക്ലാസ്സുകൾ ഞാൻ കേട്ട ശേഷമാണ് ഈ ട്രഷർ കോഴ്സിനെ പറ്റി ഞാൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഫോൺ ചെയ്തു ഇവർക്ക്. അപ്പോൾ ബദറുദ്ദീൻ സാറാണ് ഫോൺ എടുക്കുന്നത്. ബദറുദ്ദീൻ സാർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ട്രഷർ കോഴ്സിൽ ചേരാമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറ്റില്ല, ഇപ്പോൾ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ബാച്ചിൽ എനിക്ക് ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നോമ്പ് കാലത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എറണാകുളത്ത് വെച്ചിട്ട് സാറിൻ്റെ കരീം സാറിൻ്റെ ഒരു 1 ഡേ ട്രെയിനിങ് ക്ലാസ്, 1 ഡേ അല്ല ഹാഫ് ഡേ, രാവിലെ 10 മണി മുതൽ 1 മണി വരെ. ഞാനത് ചെമ്മാടുന്ന് എറണാകുളം വരെ പോയിട്ട് 10 മണി കൃത്യം 10 മണിക്ക് അവിടെ എത്തി. എനിക്ക് അത് കയറി ആ ക്ലാസ് കഴിഞ്ഞു. 1 മണി കഴിഞ്ഞു 1-1:30 ക്ലാസ് കഴിയുമ്പോൾ, നോമ്പായതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കുറച്ചും കൂടിയൊക്കെ ഇരുന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് പോന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇത് തന്നെയാണ് ഞാൻ തേടിയിട്ടുള്ള വ്യക്തി ഇതാണ് എന്നെനിക്ക് തോന്നി. എന്തായാലും അതിന് ഞാനങ്ങോട്ട് മോട്ടിവേറ്റഡ് എക്സൈറ്റഡായി എന്ന് തന്നെ പറയാം. ഞാൻ അത്രയും ഭയങ്കര ഒരു അത്യുത്സാഹം എനിക്ക് തോന്നി സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ അന്ന് മുതൽ സാറ് നടത്തിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ഇതുവരെ ഇന്നത്തെ ഈ ക്ലാസ് വരെ ഞാൻ പങ്കെടുത്തു. ട്രഷർ കോഴ്സിൽ ചേർന്നു. ട്രഷർ കോഴ്സിന് 2ാമത്തെ മാസം കഴിഞ്ഞു. മെയ് മാസമാണ് ട്രഷർ തുടങ്ങിയത്. ഇപ്പോൾ ജൂലൈ ആയല്ലോ, 6 മാസത്തെ കോഴ്സാണ്. എന്തായാലും ഇത്രയും ഒരു മൂല്യമുള്ള ക്ലാസ് എവിടെയും ഒരു ലോകോത്തരമായ ഒരു ട്രെയിനിങ് ഇത്രയും ചെറിയൊരു ഫീസിന് നമുക്ക് കിട്ടിയാൽ അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ആസ്വദിക്കുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ എന്ത് ത്യാഗം സഹിച്ചാലും നിങ്ങൾക്കത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു നഷ്ടമാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ട്രഷർ കോഴ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമുക്കത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ചെയ്യാൻ തോന്നും, നമുക്കത് ഒഴിവാക്കാനേ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 6 മാസത്തെ കോഴ്സാണ് സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ 6 മാസം കഴിഞ്ഞാലും നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. 6 മാസം നിങ്ങളൊന്ന് അനുഭവിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ 2 മാസം അനുഭവിച്ചപ്പോൾ എനിക്കറിയുന്നുണ്ട്. ഞാൻ ഒരു ദിവസം പോലും ഈ സാറിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഈ EFTയും അതുപോലെ ട്രഷർ വർക്കും ഒക്കെ ചെയ്യാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് അന്ന് മുതൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. അത് ഏറ്റവും നല്ല ഒരു മനുഷ്യനെ നന്നാക്കാൻ, ഈ ലോകത്തെ നന്നാക്കാൻ, ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യാൻ, മനുഷ്യനെ നല്ലവനാക്കാൻ, മനുഷ്യനാക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു ടീമാണ് കരീം സാറിൻ്റെ ടീം. അതുകൊണ്ട് എത്രയും വളരെ കടപ്പാടാണ് എനിക്ക് അദ്ദേഹത്തോട് തോന്നുന്നത്. അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ മാത്രം എനിക്ക് അനുഭവപ്പെട്ടത് പറയാം. ഞാൻ യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ആൾ. അമ്പാട് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. നല്ല മാർക്കോട് കൂടിയിട്ട് MA പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ സാറ് പറഞ്ഞ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഡിഗ്രി ലെവലിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച പ്രൊഫസർമാർ വരെ, ഞാൻ ആ പ്രൊഫസറെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുപോയി, ഞാൻ പേര് പറയുന്നത് ശരിയല്ല.
അവർ തന്നെ ഈ ഇത്രയൊക്കെ സാലറി ഉണ്ടായിട്ടും ഫൈനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇത്രയൊക്കെ നമ്മൾ അക്കാഡമിക് ലെവലിൽ കുറച്ചൊക്കെ പഠിച്ചിട്ട് പോലും നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി ഞാൻ ട്രഷറിൻ്റെ കോഴ്സിൻ്റെ എനിക്കുള്ള 1-2 അനുഭവങ്ങൾ ഞാൻ പറയാം. അതായത് എനിക്ക് മെയിനായിട്ട് ഈ ഓവർ തിങ്കിങ് വളരെ കൂടുതലായിരുന്നു. ഓരോ കാര്യങ്ങളിലും വരുന്ന എഫക്റ്റുകളെ പറ്റി ചിന്തിക്കും. അന്ന് സാറ് പറഞ്ഞ പോലെ അകത്ത് എന്താണ് ചിന്തിക്കുന്നത് പുറത്ത് വരും എന്ന് പറഞ്ഞ പോലെ അതുപോലെ നമുക്ക് വരാറുണ്ടായിരുന്നു. അത് രാത്രിയൊക്കെ കുറേ സമയം ഓവർ തിങ്കിങ്ങിൽ ചിന്തിച്ച് തന്നെ അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, നമുക്ക് കുറേ ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഇത്ര അധികം ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ ചില ആൾക്കാരിൽ നിന്ന് എനിക്ക് അഡ്വൈസ് കിട്ടും, നീ കൂടുതൽ കുറച്ചൊക്കെ അക്കാഡമിക്കലായി പഠിച്ചതുകൊണ്ട് ആണ് ഈ പ്രശ്നം വരുന്നതെന്നല്ല. പക്ഷേ സാറിൻ്റെ കോഴ്സ് കിട്ടിയതിന് ശേഷം നമുക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളത്. പിന്നെ അതിന് ശേഷം എന്നെ ഒരു സ്റ്റെപ്പിൽ സാറെ കുറേ സ്പീച്ചസൊക്കെ കേട്ടതിന് ശേഷം കുറച്ചൊരു മനസ്സമാധാനമൊക്കെ ശാന്തിയൊക്കെ ഉണ്ടായി. പിന്നെ അതിൻ്റെ ശേഷം വീണ്ടും തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും മനസ്സിലാവുന്നില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്നതും ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അന്ന് തന്നെ ഏകദേശം ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഏകദേശമൊക്കെ മനസ്സിന് ഭയങ്കര സമാധാനം വന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഇതുവരെയുള്ള ഒരവസ്ഥയിൽ സമാധാനം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഓരോ ആൾക്കാരും നമ്മളെക്കാളും കൂടുതൽ പോസിറ്റീവ് ആവണമെന്ന്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട്, ഞാനൊരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരു പാവപ്പെട്ട ഒരാളെ പാസ്പോർട്ട് അതൊരു പോലീസുകാരൻ തടഞ്ഞു വെച്ചു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഓഫീസിലെ പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് സംസാരിച്ച് അത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷെ പിറ്റേന്ന് തന്നെ അയാളുടെ കയ്യിൽ പാസ്പോർട്ട് എത്തി. അതുപോലെ ഞാൻ ചെറിയൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഞാൻ ആരൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ അവരുടെ അടുത്തു നിന്നൊക്കെ എനിക്ക് ഇപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള മറുപടികളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ മുമ്പ് അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ആൾക്കാർ തന്നെ തിരിച്ച് മാപ്പ് പറയുന്നുണ്ട്. ഒരാളൊക്കെ വളരെയധികം മാപ്പ് പറഞ്ഞ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മൈൻഡ് മാറിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം വന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് സമയം വൈകുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ ട്രഷർ കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കോഴ്സാണ്. ഇനി നമ്മൾക്ക് സാറെ മൈൻഡിലുള്ളതും എനിക്കറിയാം. സാറൊക്കെ ഇതിൽ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഈ സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കുറേ ആൾക്കാർ ഇതിൽ വരണം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ വന്നു, എനിക്കുണ്ടായ മാറ്റങ്ങൾ എനിക്കറിയാം. നാളെ എനിക്കിത് 10 പേർക്ക് പറഞ്ഞു കൊടുത്താൽ ഈ 10 പേര് മാറിയാൽ ഇത് മൾട്ടിപ്ലൈ അരിത്തമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. സമൂഹം നന്നാവുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യമാണ് സാറിൻ്റെ മനസ്സിലുള്ളത്. ഇത് നമ്മളെല്ലാവരും ഉൾക്കൊള്ളും. നമ്മൾ മറ്റുള്ള ആൾക്കാരെയും ഈ രീതിയിൽ ഇത് ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ വരുന്നതിൻ്റെ മുമ്പ് മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു. നാം യൂട്യൂബിൽ കേൾക്കുന്ന വിഷയങ്ങൾ തന്നെയാണല്ലോ ഇവിടുന്ന് കേൾക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് കേട്ടത് തന്നെ പണം കൊടുത്തിട്ട് ഇവിടുന്നും കേൾക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെറുതെ മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നാം ഒരുപാട് കാര്യങ്ങൾ സാറുടെ ക്ലാസ് യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല നേരിട്ട് നാം അനുഭവിക്കുന്നത്. അത് നമ്മെ തന്നെ ലൈവായിട്ട് നമ്മുടെ ബോധത്തെ ഉണർത്തുകയും മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ ഒരു പണക്കാരനാക്കി തന്നെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, അഥവാ
ആ ഒരു മൈൻഡിലാക്കിയിട്ടാണ് നമ്മെ സാറ് ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചു, വലിയ സന്തോഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ സമയം പൂർണ്ണമായും അത് നന്നായി നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത് നാം യൂട്യൂബിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇത് ലഭിക്കുകയില്ല. ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റ് ക്ലാസ്സുകളെക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാനസികമായി ഉണ്ട്. എന്നാലും നേരിട്ട് പങ്കെടുക്കുന്നത് വേറെയാണ് എന്ന് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ബോധ്യമായി. എല്ലാവിധ സന്തോഷവും. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്കാർക്കും അവസരം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ട്രഷറിലേക്കും ഹാപ്പി പാർക്കിലേക്കും വന്നതിന് ശേഷം കിട്ടിയത്. എന്നുവെച്ചാൽ എല്ലാ ഇതിലും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എന്തൊക്കെ വേണം അതെല്ലാം നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമൻ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ലോകത്ത് ആകെ ഒരാളെ പേടിയുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. അപ്പോൾ അവരെ പേടിച്ചിട്ട് ഞാൻ അത്രയും പേടിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ ഈ മണി മൈൻഡ് സെറ്റെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റിയ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരാളെ കൂടെ നിൽക്കുന്ന സമയത്ത് 20 ദിവസം അവിടെ നിന്നിരുന്നു. ആ സമയത്ത് 10 ദിവസമാണ് ഞാൻ ഈ മണി മൈൻഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഞാനിങ്ങനെ ഇതിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ചാൽ 6 മണിക്ക് ഈ കോഴ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സാധിക്കില്ല. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് അത്രയും ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്. വലിയ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതേപോലെ എൻ്റെ വീടിൻ്റെ മുന്നിൽ 2 നിലയിൽ താമസിക്കുന്ന ഹസ്ബൻഡിൻ്റെ മാമൻ. അപ്പോൾ 20 വർഷമായിട്ട് അവർ ഭയങ്കര ദേഷ്യത്തിലായി. അപ്പോൾ അവരവിടുന്ന് വിട്ട് തന്നെ പോയി. അപ്പോൾ ആ വീട് സ്ഥലമെല്ലാം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച്. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ കാട് പിടിച്ച് വീടെല്ലാം നശിച്ച്. അപ്പോൾ പിന്നെയും വീണ്ടും ആ വീടെല്ലാം നന്നാക്കി അവർ തിരിച്ച് വന്നപ്പോൾ അപ്പോൾ ഇവർ ഭയങ്കര ശത്രുക്കളാണല്ലോ. അപ്പോൾ മിണ്ടാനൊന്നും ഇവർ യാതൊരു തരത്തിലും ഒരുക്കല്ല. അപ്പോൾ എന്താ അറിയില്ല, ഇവർ വന്നതിന് ശേഷം ഞാനുമായിട്ട് ഭയങ്കര ബന്ധം. അപ്പോൾ പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ ഇവരോട് മിണ്ടാനൊന്നും പോവില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിനെ പേടിയില്ല എന്നല്ല, എനിക്ക് എല്ലാത്തിലും ഭയങ്കര ഒരു ധൈര്യം. അപ്പോൾ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും കാര്യമല്ല. അപ്പോൾ ഹസ്ബൻഡിനും മക്കൾക്കും എല്ലാം എന്നോടിപ്പോൾ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇത്രയും പേടിയുള്ള ഹസ്ബൻഡ് തന്നെ ഇപ്പോൾ ശരിക്കും എന്നെ പേടിയുള്ള പോലെയുള്ള ഇപ്പം ഞാനാണ് വീട്ടിലുള്ള ഒന്നാമത്തെ ആൾ എന്നുള്ള. അപ്പോൾ ഞാനിത് രാവിലെ മെഡിറ്റേഷനും കാര്യമെല്ലാം ചെയ്യുന്നുണ്ട്. 4:30 വന്ന് യോഗ മെഡിറ്റേഷൻ എല്ലാം ചെയ്യും. അപ്പോൾ സാധാരണ രാവിലെ 4:30 അടുക്കളയിൽ വന്ന് അപ്പം ഇവർക്ക് ചായ കിട്ടണം, അങ്ങനെയുള്ള ഉള്ളൊരു ഇതിലായിരുന്നു ഞാൻ പോകുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ 6 മണിക്ക് ഇവർക്ക് ഞാൻ ചായ കൊടുക്കുള്ളൂ. അതുവരെ എന്ന് വെച്ചാൽ മെഡിറ്റേഷനും യോഗയെല്ലാം കഴിഞ്ഞ് 6:30 ഇതിന് വരണമല്ലോ, മെഡിറ്റേഷന് വരണമല്ലോ. അപ്പോൾ എല്ലാം ഇപ്പം എല്ലാവർക്കും എന്തോ ഒരു കാര്യമാണ്, ഭയങ്കര ഒരു പവറായിപ്പോൾ എനിക്ക്. അതുകൊണ്ട് പേടിയോ കാര്യമൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നല്ലോണം നന്നായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് എനിക്ക് പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ബന്ധം ഇപ്പോൾ ഇവർ തന്നെ വീട്ടിൽ കൂടി എല്ലാം റെഡിയായി. ഇപ്പോൾ അവരെ താക്കോലെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത്രയും അവരിപ്പോൾ 10 ദിവസത്തേക്ക് എറണാകുളത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നത്, അവരങ്ങോട്ട് പോയിട്ടുള്ളത് എല്ലാം എന്നെ ഏൽപ്പിക്കും. അപ്പോൾ പണ്ടാണെങ്കിൽ ഹസ്ബൻഡിനെ പേടിച്ച് ഞാൻ അവരോട് താക്കോൽ വാങ്ങി അവരോട് മിണ്ടൊന്നും ചെയ്യില്ലേനു. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീത നമസ്കാരം. നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിക്കാറായി. ഞാൻ നേരത്തെ എല്ലാവരും സൂചിച്ച പോലെ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു ക്ലാസ് കരീം സാറിൻ്റെ കേൾക്കുകയും അപ്പം തന്നെ ഞാൻ തീരുമാനമെടുത്തു. നമ്മളെ റിച്ച് മൈൻഡ് സെറ്റിൽ കയറി, പിന്നെ അതിന് ശേഷം ട്രഷറിൽ കയറി. നേരത്തെ ലൈവായിട്ട് എറണാകുളത്ത് നടന്ന ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഇത് 2ാമത്തെ ലൈവ് ക്ലാസ്സാണ്, ഓൺലൈനിൽ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഹാപ്പി പാർക്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാവുന്നു. എനിക്ക് കാര്യമായിട്ട് ഉണ്ടായത്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഗൾഫിലും നാട്ടിലൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ബിസിനസ്സിലാവുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പം എനിക്കുണ്ടാകുന്ന അങ്ങനത്തെ വിഷയങ്ങളൊക്കെ
ഒരു ടെൻഷനും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഉത്കണ്ഠ, പേടി പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒരുപാട് കുറഞ്ഞു. എത്ര വലിയ പ്രശ്നങ്ങളായാലും നമുക്ക് പേടി കൂടാതെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം മിനിയാന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി. പെട്ടെന്ന് ഒരു ക്രൈസിസ് വന്നു. അങ്ങനെ അത് നേരെ പിറ്റേന്ന് തന്നെ പരിഹരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുപോലെ നമുക്ക് ഒരുപാട് ധൈര്യം കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നുള്ളൊരവസ്ഥ, ഞാൻ കുറേ കാലമായിട്ട് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ടൗണിലേക്ക് വരാറില്ല. എപ്പോഴും ആരെങ്കിലും ഒന്ന് കൂട്ടും, അല്ലെങ്കിൽ ഡ്രൈവർ ഉണ്ടാവും. ഇന്ന് എനിക്ക് നേരെ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു, ഈ ക്ലാസ്സിന് വേണ്ടി വന്നു. അതുപോലെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സമയത്തിന് എത്താൻ പറ്റി. കാരണം ഇവിടെ കുറച്ച് നേരം ക്ലാസ് വൈകിയാണ് തുടങ്ങിയത്, എത്താൻ പറ്റൂല എന്ന് കരുതി, അതുപോലെ എത്താൻ പറ്റി. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് സാധിച്ച് തരുന്നുണ്ട് ഈ ക്ലാസ് വഴി. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം എന്തായിരുന്നാലും ഈ ഹാപ്പി പാർക്കിൽ വന്ന ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഇതുവഴി ഉണ്ടാകും. ഇനിയും കൂടുതൽ കൂടുതൽ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ആരെങ്കിലും ഇപ്പോൾ ഈ റിച്ച്മണ്ട് സെറ്റിലും മറ്റ് കോഴ്സിലൊക്കെ ചേർന്ന ആളുകൾ കഴിയുന്നവരൊക്കെ തന്നെ ഈ ട്രഷർ കോഴ്സിലും കൂടി ചേർന്നുകൊണ്ട് അവരുടെ ജീവിതം വിജയകരമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ, എല്ലാവരും ട്രസ്റ്റ് കഴിയുന്നു കൂടാ വെച്ചാൽ, ഞാൻ പറഞ്ഞ മാതിരി സാറ് പറഞ്ഞ 13 ലക്ഷം റുപ്യ കടന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു 4 ഇരട്ടി കടമുള്ള ആളാണ്. 2 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു 20 വർഷമായിട്ട് കറക്റ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ അതിനകത്തൊന്ന് മാറി ചിന്തിച്ചു, ഉണ്ടാക്കി വിട്ടു. അപ്പം മാസം നല്ലൊരു ബാധ്യത ഒക്കെ ഉണ്ട്. ഞാൻ എന്നിട്ടൊരു ട്രസ്റ്റ് ലാസ്റ്റ് കൂടാനായിട്ട് മാസം പൈസ അടയ്ക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാണ്ടായി പോയി. 2 ദിവസം ഇന്ന് മാറി നമ്മൾ എനിക്ക് പക്ഷേ ഒരു ഉറക്കമില്ല, ഒന്നുമില്ല, ഒരു വിഷയമില്ല. ലാസ്റ്റ് വീണ്ടും ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു അടുത്ത ബാച്ച്. ഞാൻ പറഞ്ഞു അപ്പോൾ അടുത്ത ബാച്ചിൽ വരയ്ക്ക് പോകാൻ പറ്റില്ല, ബാച്ച് തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ വീണ്ടും ഞാൻ 2 ദിവസം പോലും മാറി നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മാതിരി വന്ന ഒരു ഉറക്കമൊന്നും ഇല്ലാത്ത ഒരാളായി പോയിരുന്നു. ഇത്രയും പെട്ടെന്നൊരു ഇതായിരുന്നു. എല്ലാം തിരിച്ച് കിട്ടിയത് ഈ 4 മാസം കൊണ്ടാണ്. അപ്പോൾ ആ 4 മാസം 2 ദിവസം ഇല്ലാതായപ്പോഴേ എല്ലാ റേഞ്ചും പോയി. അതുകൊണ്ട് കയ്യുന്നു ഇത് ഒഴിവാക്കാണ്ട് എല്ലാവരും കേൾക്കുക, എല്ലാവരും രക്ഷപ്പെടുക. ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ എത്തിയത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ടുവന്നതെന്നാണ്. രാവിലെ കരീം സാഹിൻ്റെ ക്ലാസ് എപ്പോഴും കേൾക്കുന്നുണ്ടാകും, ഞാൻ അടുക്കളയിൽ നിന്നും കേൾക്കും. ഇങ്ങനെ ബോധിക്കുന്നത് മാത്രമേ എൻ്റെ നിലവിലുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജോലി സംബന്ധമായിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത്. ഫെബ്രുവരി മുതൽ ഞാനല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും മരണത്തിലേക്ക് പോകണം എന്ന് പറയുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരും. ഈ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ കുട്ടികളെ വിട്ടു പോകും, എനിക്ക് ഈ ജീവിതത്തിൽ ഈ ജോലി ആവശ്യമില്ല എന്ന രൂപത്തിലേക്ക് വന്ന ഒരവസ്ഥയിൽ നിന്ന് ഹസ്ബൻഡ് ഇവിടെ എന്നെ എത്തിച്ചു. എനിക്ക് ഒരുപാട് നിരാശകളായിരുന്നു. ഒരുപാട് ഡിഗ്രികൾ കയ്യിലെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു ആളായതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടും എന്ന ഒരു രൂപത്തിലേക്കായിരുന്നു ഞാൻ വന്നിരുന്നത്. എന്നാൽ എന്നെ ഒരു ലിസ്റ്റിലും പെട്ടിട്ടും എനിക്കൊരു ജോലി നേടാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഗവൺമെൻറ് ജോലി ഒന്നുമല്ല എന്ന് സാർ എനിക്ക് മനസ്സിലാക്കി തന്ന്. സർക്കാർ ജോലി ഇനി ഞാൻ ആഗ്രഹിക്കില്ല. ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരവസരമായിട്ടാണ് ഞാൻ കോപ്പറേറ്റീവിൽ ജോലി ചെയ്ത് തുടങ്ങിയത്. അന്ന് ഞാൻ കയറി ഇരിക്കുമ്പോൾ പോലും മനസ്സിലാക്കിയത്, അയ്യോ ഞാൻ ഇവിടെയാണല്ലോ എത്തിയത്, ഞാൻ ലിസ്റ്റിലുള്ള ജോലി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ PSC എന്നെ അംഗീകരിക്കുന്ന ജോലി എനിക്ക് തരും എന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് ഈ 9 വർഷക്കാലവും എൻ്റെ ഉള്ളിൽ ആ നിരാശ വെച്ചുകൊണ്ട് ചെയ്തതായിരിക്കാം എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് അത് എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടാണ് ഞാൻ ഈ തെറാപ്പിയിലൂടെ ചെയ്തതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ കൂടാതെ എൻ്റെ മനസ്സിൽ ചെറിയ കാലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. റിട്ടയർമെൻറ്റ് VRS എടുത്ത് മിലിറ്ററിയിൽ നിന്ന് വന്ന അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം, പൈസ ഇല്ല, ഉള്ള പൈസ വെച്ച് വീടെടുക്കാം എന്നായിരുന്നു.
ആ പൈസ വെച്ചിട്ട് ചെറിയൊരു വീടെടുക്കുകയും നമ്മൾ വലുതായപ്പോൾ അച്ഛനെ നമ്മളെ കാര്യങ്ങൾ നന്നായി നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അച്ഛൻ വിട്ടുപോയ സമയത്ത് നമ്മൾ വീട് വിട്ടുകൊടുക്കേണ്ടതായ ഒരവസ്ഥയും വന്നു. അതും എൻ്റെ നിരാശയിലുണ്ട്. ഇതെല്ലാം സമ്പത്തിൽ നിന്നാണ്. പണം ഇല്ല എന്നൊരു വാചകം അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരവസ്ഥയായിരുന്നു. അത് ഇന്നും ഞാൻ കൊണ്ടു നടന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവാണ്. സാറ് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ അവസരത്തിൽ തെറാപ്പിയിലൂടെ ഞാനത് എടുത്ത് കളഞ്ഞു എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട്. ഞാൻ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരവസ്ഥയുണ്ടായി. ഞാൻ കരയാറില്ല. ഹസ്ബൻഡിൻ്റെ മുമ്പിലും പെട്ടെന്നൊന്നും കരയില്ല. എന്ത് പിടിച്ചു നിൽക്കും പവറോടെ. ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തമ്മിൽ വഴക്കുണ്ടായത് എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമാണ്. എൻ്റെ അമ്മയോടോ അല്ല എൻ്റെ അച്ഛനോടോ കൂടപ്പിറപ്പിനോടോ ഒരു വാക്ക് സംസാരിക്കാൻ വല്ലാത്തൊരു പേടിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം തല്ലും. അത് ഒരു 5 മിനിറ്റ് നേരം സംസാരിക്കും. പിന്നെ വീണ്ടും എൻ്റെ ഹസ്ബൻഡിനെ സന്തോട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒന്നാകും. അതൊരു ജീവിതം തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്നെ കൊണ്ട് ഇവിടെ എത്തിക്കുകയും ചെയ്തു. എനിക്കിത് മനസ്സിലാക്കി തന്നു. സാറിൻ്റെ ക്ലാസ് ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു. ഞാൻ നേരത്തെ ഒരു പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവിലും അതുപോലെ തിരുവനന്തപുരത്തും എല്ലായിടത്തും ഞാൻ പോയിട്ട് ഒരുപാട് എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് ഞാൻ കുറേ പ്രൊജക്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നും ഞാൻ ചിന്തിക്കുന്നത് എനിക്കൊരു സർക്കാർ ജോലി ഇത് മാത്രമായിരുന്നു. ഇപ്പോഴും എൻ്റെ പേര് ലിസ്റ്റിലുണ്ട്, പല ലിസ്റ്റുകളിലുണ്ട്, ഇത്ര വർഷത്തേക്ക് ഇത്ര വർഷം. പക്ഷേ ഒരിക്കലും എനിക്കത് തിരിച്ച് കിട്ടിയില്ല. പക്ഷേ ഇന്ന് മുതൽ ഞാൻ മനസ്സിലാക്കുന്നു സർക്കാർ ജോലി വേണ്ട. ഇനിയിപ്പം എനിക്ക് എൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഞാൻ നന്നായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാൻ ഇവിടെ വരുമ്പം തന്നെ ഞാൻ നാളെ എനിക്ക് ഇടുക്കിയിലോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒരു പ്രൊജക്റ്റ് അവിടെ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അത് സാറിന് നേരത്തെ ആഫ്റ്റർനൂൺ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു കോളും വന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത് കട്ടാക്കുകയും ചെയ്തു. ആ പ്രൊജക്റ്റ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വെളിപ്പെടുത്തുക 200 കോടിയിലധികമുള്ള ഒരു പ്രൊജക്റ്റാണ്. അത് എൻ്റെ ചുമതലയും ഉത്തരവാദിത്തോടു കൂടി ഞാൻ തയ്യാറാക്കിയ പ്രൊജക്റ്റാണെന്നും ഈ പ്രൊജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പാസ്സായി വരികയാണെങ്കിൽ ഞാൻ സാറിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി എത്തുമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ റിസൾട്ടെല്ലാം നമ്മളിവിടെ പറയണമല്ലോ, അത് മറ്റുള്ളവർ അറിയണമല്ലോ. അങ്ങനെയുള്ളൊരു വിചാരം എൻ്റെ മനസ്സിൽ എപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് റിസൾട്ടാണ് കിട്ടിയത്. സന്തോഷം തന്നെയാണ് കിട്ടിയത്. പണം കൊണ്ടാവട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ടാവട്ടെ, എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമാണ് കിട്ടിയത്. പ്രഷറിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ആദ്യത്തെ ക്ലാസ്സിലെല്ലാം നമ്മളിങ്ങനെ കുറച്ചെല്ലാം ഒന്ന് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ നമ്മൾ മാറി വരുന്ന ഇത് നമ്മളെ കൊണ്ട് എങ്ങനെ കഴിയും, എങ്ങനെ സാധിക്കും എന്നല്ല ആദ്യം ചിന്തിക്കലുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സ്വന്തം തന്നെ മാറി വരും. അപ്പം ഫുള്ള് ഹാപ്പിയിലാണ് ഞാനുള്ളത്. ഓക്കെ, മനസ്സിൽ ഒരുപാട് സന്തോഷമാണ്. പഠിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ മനസ്സിന് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുമല്ലോ. നമ്മൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടായിരിക്കും എങ്ങനെ പൈസ വരും, ഞാൻ എന്തായി തീരും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആവോ, എൻ്റെ കുട്ടികൾ ഇങ്ങനെ ആവോ, ഇങ്ങനെ ഒരുപാട് ചിന്തകളാണ്. അപ്പോൾ ആ ചിന്തകളൊക്കെ എത്തിക്കൂട്ടാൻ നമുക്ക് സാധിക്കുമല്ലോ. നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം ഒരു ശക്തമായൊരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ നമുക്ക് ഒരിക്കലും കഴിയില്ല. ആഗ്രഹം ഉണ്ടാവും, എനിക്ക് മാറണമെന്ന്. അപ്പോൾ അതുപോലെ ഞാനും ആഗ്രഹിച്ചിട്ട് വന്നതാണ് പ്രഷർ ക്ലാസ്സിൽ. ഇപ്പോൾ റാഫി സാറൊക്കെ ഈ ഡാൻസിങ് കളിച്ചില്ലേ, അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഡാൻസിങ് കളിച്ചില്ല. എനിക്ക് ഒന്നിനെ വിട്ട് ഒരാഴ്ച ഇടവിട്ട് എനിക്ക് ഭയങ്കര അലർജിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. ഒരു ഷെൽഫിൽ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുമ്പോൾ തുമ്മൽ, ശ്വാസം മുട്ടൽ, ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ. ഇപ്പോൾ എനിക്ക് അതൊക്കെ മാറി. ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഈ അലർജിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ഹെൽത്ത്, വെൽത്ത് ഒക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.